അപ്പോഴേ നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോവാണ്ട് തന്നെ ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ഒന്ന് ഫേസ് ക്ലീനപ്പ് ചെയ്താലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി സിംഗിൾ സ്റ്റെപ്പ് ക്ലീനപ്പ് ആണ് കേട്ടോ. ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും പറയാറുണ്ട് ഇപ്പോൾ അടുത്തിടെയായിട്ട് വീഡിയോസ് കുറച്ച് ലാഗ് ആവണുണ്ടെന്നുള്ളത്. നോർമലി നമ്മൾ വീഡിയോ കുറച്ച് ഷോർട്ടായിട്ട് ചെയ്യുകയാണെങ്കിലേ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാം, ആ കണ്ടൻറ്റിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാവുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിൽ തന്നെ ബ്യൂട്ടി പാർലറിലൊന്നും പോവാണ്ട് ഒരു ഫേഷ്യൽ ചെയ്ത രീതിയിൽ ഒരു 1 സ്റ്റെപ്പിൽ നമ്മുടെ ഫേസൊക്കെ നല്ല അടിപൊളി ക്ലെൻസ് ആക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇപ്പോൾ തലേന്ന് രാത്രി തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് കിട്ടുന്ന ഒരു റെമഡി വേണം എന്നുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നമ്മളിപ്പം ഫേഷ്യൽ എന്ന് പറയുന്നതൊക്കെ പേർക്കും അറിയാവുന്ന ഒരു 4 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോർമലി നമുക്ക് ഈ വീട്ടിലൊക്കെ തന്നെ ഫേഷ്യൽ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 4 സ്റ്റെപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും തന്നെ നമുക്ക് ഒരുപാട് സമയമൊക്കെ എടുക്കും. അപ്പം മിക്ക ആൾക്കാർക്കും സമയം ഉണ്ടാവില്ല. അപ്പം ഈ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് തലേന്ന് രാത്രിയൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഓർമ്മ വരികയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെമഡിയാണ്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും അതുപോലെ മസാജിങ്ങും പാക്കും ഒക്കെ കൂടെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ തന്നെയാണ് ചെയ്യുക. പക്ഷേ ഈസിയാണ് ചെയ്യാനായിട്ട്. പക്ഷേ നല്ലൊരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഫേസിന് കിട്ടും. അപ്പോൾ കൂടുതൽ ഇനി ഞാൻ ഇങ്ങനെ ലാഗ് ചെയ്യിക്കുന്നില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം ഇതിന് വേണ്ടതെന്നുള്ളതൊന്ന് പറയാം. അപ്പോൾ ഇതാണ് ബ്രമരയുടെ ഓർഗാനിക് ജോജോബ ഫേസ് പോളിഷ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഫേഷ്യൽ ചെയ്യുന്ന ഒരു 4 സ്റ്റെപ്പും കൂടെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് പ്ലസ് ഒരു സ്ക്രബാണ്. സോ നിങ്ങൾക്ക് ഈ എല്ലാ ഒരു പർപ്പസും ഒരു സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ നടക്കും. ഇത് പ്യുവർലി ഓർഗാനിക് ആണ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേര ജെൽ ഉണ്ട്, ക്യാരറ്റ്സ് ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ റോസ് പെറ്റൽസ്, ജോജോബ ബീഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു സ്ക്രബാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെ അറിയാമോ? നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ചെടുത്തിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ സ്ക്രബ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഫായിട്ടുള്ള ഒരു സ്ക്രബും ഇതിനകത്തില്ല. ജോജോബ ബീഡ്സ് ആണ് ഇതിലുള്ളത്. അത് വളരെ സോഫ്റ്റാണ് കേട്ടോ. വാൾനട്ടോ ഷുഗറോ പോലെ റഫായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇത് ഫേസിനെ നന്നായിട്ട് സ്മൂത്ത് ആക്കും. ഒരിക്കലും ഡാമേജ് ഉണ്ടാക്കില്ല സ്കിന്നിന്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ്നപ്പ് ആക്കുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ എക്സ്ഫോളിയേറ്റ് ആവും കേട്ടോ. നമ്മുടെ ആ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലതുപോലെ ആ ഡാമേജൊക്കെ മാറി നല്ല സ്മൂത്ത് ആവും. നല്ലപോലെ ഗ്ലോ അപ്പ് ആവും. പിന്നെ നിങ്ങൾക്ക് അറിയാം, നല്ല ഒരു ബ്രൈറ്റ്നപ്പ് ആവാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മളൊന്ന് വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് തന്നെ നമ്മളുടെ ഫേസിൽ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഭംഗി തന്നെയായിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അതിന് ശേഷം മേക്കപ്പോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പം തന്നെ നല്ല ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ വരും. ഇതിപ്പം ഫംഗ്ഷനൊന്നും ഇല്ലെങ്കിൽ പോലും വൺസ് ഇൻ എ വീക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി റെമഡി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം സരിത.